ഒടുവിൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചിരിക്കുന്നു. ഇറാൻ ആദ്യമായി ആ ആയുധം പ്രയോഗിച്ചിരിക്കുന്നു. ഖൈബർ ഷെക്കൻ എന്ന നൂതന ബാലിസ്റ്റിക് മിസൈലാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇസ്രായേലിനെതിരെ 20ാമത്തെ തവണയാണ് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തിൽ ഇറാൻ ആദ്യമായി ഖൈബർ ഷെക്കൻ എന്ന നൂതന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നു. ബെൻ ഗൂരിയോൻ വിമാനത്താവളത്തെയും ഇസ്രായേലി സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതിനാൽ ഖൈബർ ഷെക്കൻ മിസൈലിനെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് നമ്മൾ എന്താണ് ഇത് പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറാന്റെ ഏറ്റവും നൂതനവും ശക്തരവുമായിട്ടുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ് ഈ ഖൈബർ ഷെക്കാൻ. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക യുദ്ധമായിട്ടുള്ള 7ാം നൂറ്റാണ്ടിലെ ഖൈബർ യുദ്ധത്തിൽ നിന്നാണ് ഇതിൻ്റെ പേര് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശക്തിയുടെ പ്രതീകമാണ് ഈ മിസൈൽ. ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ മറ്റൊരു പ്രത്യേകത. ഖൈബർ ഷക്കിൻ്റെ മിസൈലിന് 1450 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എളുപ്പത്തിൽ എത്താൻ ഇതിന് കഴിയും. കൂടാതെ 1500 കിലോഗ്രാം വരെ ഭാരമുള്ള വാർ ഹെഡുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഖൈബർ ഷക്കിൻ്റെ മിസൈലിൽ സാറ്റലൈറ്റ് നാവിഗേഷനും കൺട്രോൾ ഫിന്നുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് വ്യോമ പ്രതിരോധത്തെ കൃത്യമായി ലക്ഷ്യമിടാനും അതിനെ തകർക്കാനും കരുത്തുറ്റതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഖൈബർ ഷക്കിൻ്റെ മിസൈലിൽ ഖര ഇന്ധനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് വേഗത്തിലും സുരക്ഷിതമായും വിക്ഷേപിക്കാൻ അനുവദിക്കുന്നു. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾ തയ്യാറാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ശത്രുവിനെ ആക്രമിക്കുന്നതിന് മുമ്പ് അതിനെ നശിപ്പിക്കാൻ കുറഞ്ഞ അവസരമാണ് ഈ മിസൈൽ നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ ദിശ മാറ്റാനുള്ള കഴിവ് നൽകുന്ന ഒരു മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഇതിനുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും ഇതിന് കഴിവുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു പ്രദേശത്ത് നാശം വിതയ്ക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ വാർ ഹെഡുകൾ ഈ മിസൈലിന് ഉപയോഗിക്കാൻ കഴിയും. ദ്രാവക ഖര ഇന്ധന മിസൈലുകളുടെ മിശ്രിതം ഉൾപ്പെട്ട ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 20ാം തരംഗത്തിലാണ് മിസൈൽ ഉപയോഗിച്ചതെന്നാണ് IRGC അവകാശപ്പെടുന്നത്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ഒരു നാശനഷ്ടം ഇസ്രായേലിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും രാവിലെ അമേരിക്ക ഇറാനെ വലിയ തോതിൽ ആക്രമിച്ച ശേഷം ഇറാൻ ശക്തമായി ഇസ്രായേലിലെ 20 നഗരങ്ങളിലേക്കാണ് തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു. എന്തായാലും ഇറാൻ വലിയ തോതിൽ തന്നെ ഇപ്പോൾ ഹർമൂസ് കടലിടുക്കിലും തങ്ങളുടെ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.